ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. അതായത് വൈറ്റമിൻ സി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇൻടേക്ക് എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഗ്ലൂട്ടാത്തയോൺ കഴിക്കുന്നതിൽ കൂടെ നമുക്ക് നല്ലപോലെ വൈറ്റമിൻ സി പോകും. അത് വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന്റെ കളർ ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ചേച്ചി വെളുക്കുന്നതിലാണോ കാര്യം? ഈ തമ്മയിൽ കണ്ട ഉടനെ വരും വെളുത്തിട്ട് എന്താ ചെയ്യണം? പക്ഷേ ഈ തമ്മയിൽ കണ്ടുവന്ന് കമന്റ് പറയുന്നവർ ഈ വെളുക്കാൻ വേണ്ടി വന്നവർ തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് സ്കിൻ ടോൺ ഇംപ്രൂവ് ആയിട്ട് ഇരിക്കുന്നത്. അതിന് വെളുക്കുക എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇഷ്ടമില്ലാതെ പോകുന്നതായിരിക്കും. പക്ഷെ സ്കിൻ കളർ ഇംപ്രൂവ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് പാക്കുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാനൊരു വൈറ്റമിൻ സി ഫേസ് വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഈ ഒരു ഫേസ് വാഷ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനെസ് ഒക്കെ മാറി സ്കിന്ന് നല്ല ക്ലിയർ ആകാനായിട്ട് സഹായിക്കും. വൈറ്റമിൻ സി ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ആക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വൈറ്റമിൻ സി സീറം ഉണ്ടാക്കുന്നത്? സീറം അല്ല, ഫേസ് വാഷ്. നമുക്ക് ഫേസ് കഴുകാനായിട്ട് ലിക്വിഡ് ഫോമിൽ, നമ്മുടെ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ പൗഡർ ഫോമിലല്ലേ, അതിനെ നമ്മളൊന്ന് ലിക്വിഡ് ഫോമിൽ ആക്കുവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ആദ്യം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വാഷാണ്. ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഫേസ് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂണ് ഫേസ് വാഷ് പൗഡർ എടുക്കാം. ഫേസ് വാഷ് പൗഡറിനകത്ത് നമുക്ക് വൈറ്റമിൻ സി വേണ്ടുള്ളത് തന്നെ. ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഓറഞ്ച് പീൽ ഉണ്ട്, എങ്കിലും എക്സ്ട്രാ ഓറഞ്ച് പീൽ പൗഡർ മാത്രം പൊടിച്ചത് ഒരു 1/4 സ്പൂൺ കൂടെ എടുക്കാം. അതായത് ഫേസ് വാഷ് പൗഡറും ഓറഞ്ച് പീൽ പൗഡറും രണ്ടും, അതൊരു സ്പൂണും ഇത് 1/4 സ്പൂണുമായിട്ട് എടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ, ഏത് വൈറ്റമിൻ ഇ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് വൈറ്റമിൻ ഇ ഓയിൽ. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കത്തില്ല, നമ്മുടെ ഫേസിന് ഒരു ചെറിയൊരു നല്ല ഗ്ലോ കൊടുക്കാനായിട്ട് സഹായിക്കും വൈറ്റമിൻ ഇ ഓയിൽ. അടുത്ത നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ല്. നമുക്ക് പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ല് തന്നെ ജെല്ല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ജെല്ലും വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഇതിനകത്ത് കൂടെ കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും റോസ് വാട്ടർ, ഡാബറിൻ്റെ റോസ് വാട്ടർ ആയാലും മതി. ഒരു 1/4 കപ്പ് റോസ് വാട്ടറും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ആ ഒരു റോസ് വാട്ടറിൽ തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് മിക്സ് ആവത്തില്ല. എങ്കിലും കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസാണ്. ഓറഞ്ച് ജ്യൂസ് ആവശ്യത്തിന് എടുത്തിട്ട്, ഇപ്പോൾ ഒരു 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇത്. ജ്യൂസ് എടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ എടുക്കാം. ഇത് നമുക്ക് അരിച്ച് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരിക്കുന്നില്ല. അരിച്ചു എടുത്തു കഴിഞ്ഞാൽ ആ പൊടി അങ്ങനെ കാണത്തില്ല. പക്ഷേ ആ പൊടിക്കകത്ത് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ അരിക്കുന്നില്ല. നല്ലപോലെ ആ ഒരു അലോവേര ജെല്ലൊക്കെ ഒരു നല്ലപോലെ മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സോപ്പ് പീസ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കാരണം ഫേസ് വാഷ് ആകുമ്പോൾ ഒന്ന് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഫേസ് വാഷിൻ്റെ തന്നെ, അപ്പോൾ ഫേസ് വാഷ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ് തന്നെയാണിത്. അപ്പോൾ ആ സോപ്പിൻ്റെ തന്നെ ഒരു പീസ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള സോപ്പാണല്ലോ, കടകളിൽ നിന്നുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സോപ്പ് എടുക്കാം. എന്നിട്ട് ഒന്ന് ചീകി എടുക്കുക കേട്ടോ. ഒരുപാട് വേണ്ടത് ഇത്രയും പീസ് മതി. നമ്മൾ അത്രയും എടുത്തതിന് ഇത്രയും ഒരു പീസ് മതി. എന്നിട്ട് ഒന്ന് ചീകി എടുത്തതിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം. ഒന്ന് ചീകി എടുത്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം, ശകലം വെള്ളം മതി കേട്ടോ, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഇത്രയും വെള്ളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്ന സോപ്പ് പീസ് ഇതിലേക്ക് ഇടുക. അപ്പോൾ ഇതിലേക്ക് ഇടുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, നല്ലപോലെ മെൽട്ടായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തിരിച്ച് വീണ്ടും ഒഴിക്കാം. നമ്മുടെ ആ മിക്സ് ചെയ്തേക്കുന്ന പാചകം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഒഴിക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. പെട്ടെന്ന് മെൽറ്റ് ആകും. വേറെ ഏതെങ്കിലും സോപ്പാണെങ്കിൽ ഇതിനെക്കാട്ടിയും പെട്ടെന്ന് മെൽറ്റ് ആകും കേട്ടോ. നല്ലപോലെ മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ചൂടോടെ തന്നെ ഒഴിക്കാം. എന്നിട്ട് തണുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ചൂടാവുന്ന മെൽറ്റ് ആവട്ടെ നല്ലപോലെ. ഇപ്പം ഇത് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസ് വാഷ് വെച്ചതിന് ഉപയോഗിച്ചിട്ടുള്ള സോപ്പ് ആയതുകൊണ്ടാണ് ഇതുപോലെ ആ ഒരു ഫേസ് വാഷിൻ്റെ കളറ് ഇതുപോലെ നല്ലപോലെ. കാരണം നിങ്ങൾ വേറെ ഏതെങ്കിലും സോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ഓർഗാനിക് ആയിട്ടുള്ള എന്തെങ്കിലും സോപ്പ് ഉപയോഗിക്കണം കേട്ടോ. കാരണം ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓർഗാനിക് ആയിട്ട് തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം
നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലിനകത്താക്കി വെക്കാം. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അരിച്ച് ബോട്ടിലാക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഹെർബലായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ആവശ്യത്തിന് നമ്മുടെ കയ്യിലേക്ക് എടുത്തതിന് ശേഷം നമ്മുടെ മുഖം കഴുകാനാണെങ്കിലും മുഖം കഴുകാം. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പതഞ്ഞു വരികയും ചെയ്യും. നമ്മുടെ മുഖമൊക്കെ ഈസി ആയിട്ട് നമ്മുടെ പൗഡർ ഉപയോഗിച്ച് കഴുകുന്നത് പോലെ തന്നെ നമുക്ക് ഈ ബോട്ടിലിനകത്ത് ഉപയോഗിച്ച് കഴുകാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പതയുകയും ചെയ്യും. ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഈസിയുമാണ്. വൈറ്റമിൻ സിയുടെ എല്ലാ ഗുണങ്ങളും അതിനകത്ത് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് മാക്സിമം ഒരു ഡാർക്ക് കളർ ബോട്ടിൽ നിങ്ങൾ ഒഴിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം വൈറ്റമിൻ സി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡാർക്ക് കളർ ബോട്ടിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ മാക്സിമം ഇത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരുപാട് ദിവസമൊന്നും ഇരിക്കത്തില്ല. ഓറഞ്ചൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെയല്ലേ ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ സോപ്പൊക്കെ ചൂടിയത് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് ഒരു 4-5 ദിവസമൊക്കെ വേണമെങ്കിൽ വെളിയിലിരിക്കും. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്ത് കുറച്ച് എടുത്തിട്ട് നല്ലപോലെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷ് സോപ്പ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് സോപ്പ് അല്ല, നമ്മുടെ ഓർഗാനിക് സോപ്പ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം. അതൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഏതെങ്കിലും ഗ്ലിസറിൻ, നമ്മുടെ പിയേഴ്സിന്റെ ഗ്ലിസറിൻ സോപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും സോപ്പ് യൂസ് ചെയ്യാം. മാക്സിമം എപ്പോഴും സോപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള സോപ്പുകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പൊതുവേ മാർക്കറ്റുകളിലായിരുന്നാലും നാച്ചുറൽ ആയിട്ടുള്ള സോപ്പുകൾക്ക് കുറച്ച് റേറ്റ് ജാസ്തിയാണ്. പക്ഷെ അതുപോലുള്ള സോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയി പോകാതിരിക്കാനും ഡ്രൈ ആയി പോകാതിരിക്കാനും ഒക്കെ സഹായിക്കും. അതിൽ നല്ല എസെൻഷ്യൽ ഓയിൽസും ഒക്കെ സാധാരണ നമ്മുടെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ സ്കിൻ ഡാമേജ് ആയി പോകാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു വൈറ്റമിൻ സി ഫേസ് വാഷ് ഉണ്ടാക്കി നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫേസ് വാഷ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഓറഞ്ച് പീൽ പൗഡർ മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാക്കാവുന്നതാണ്. ഫേസ് വാഷ് പൗഡർ ആകുമ്പോൾ കുറച്ചും കൂടെ അതിനകത്ത് അധികം ക്വാണ്ടിറ്റീസും നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്കിന്നിന് ഒന്നും കൂടെ നല്ല ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.